നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിൽ ലയണൽ മെസ്സി 16 ഗോളുകളിലേക്ക് എത്തിയല്ലോ, നമ്മളത് ആഘോഷിക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തെക്കാൾ എത്രയോ കുറഞ്ഞ കളികളിൽ നിന്നും 14 ഗോളുകളിലേക്ക് കിലിയൻ എംബാപ്പയും എത്തിയിട്ടുണ്ട്. എന്തായാലും അവർ തമ്മിൽ ഇപ്പോൾ ആ ചരിത്ര റെക്കോർഡിനായിട്ടുള്ള പോരാട്ടം തുടരുമെന്ന കാര്യം ഉറപ്പാണ്. പക്ഷെ എംബാപ്പ ഇങ്ങനെ വെറും 3 വേൾഡ് കപ്പ്, മൂന്നാമത്തെ വേൾഡ് കപ്പാണ് അദ്ദേഹം കളിച്ചുകൊണ്ടിരുന്നത്. അപ്പോഴേക്കും 14 ഗോളുകൾ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുമ്പോഴും അദ്ദേഹത്തിന് നേരെ വിമർശനങ്ങൾ അദ്ദേഹത്തിൻ്റെ നാട്ടിൽ നിന്ന് അടക്കം വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തോട് ഇന്നലെ സെനഗലിനെതിരെ ഇരട്ട ഗോളുകൾ നേടിയതിനു ശേഷം മാധ്യമങ്ങൾ ചോദിച്ചു, ഒരു റിവഞ്ചാണോ, വിമർശകർക്ക് ഒരു റിവഞ്ച് പോലെ ഗോളടിച്ചുകൊണ്ട് മറുപടി കൊടുക്കുകയാണോ? അദ്ദേഹത്തിൻ്റെ മറുപടിയാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം. ഞാൻ റിവഞ്ചിന് വേണ്ടി കളിക്കുന്നില്ല. എന്താണെന്നറിയോ, എൻ്റെ ഈ ക്രിട്ടിക്സിൻ്റെ വായടക്കണമെങ്കിൽ ഞാനൊരു 80 വയസ്സ് വരെയെങ്കിലും കളിക്കേണ്ടി വരും. അതും നടക്കുന്ന കാര്യമല്ല. എൻ്റെ ഫോക്കസ് എന്താണെന്ന് വെച്ചാൽ എൻ്റെ രാജ്യത്തിന് വേണ്ടി ഏറ്റവും ബെസ്റ്റായിട്ട് കളിക്കുക, അതിലാണിപ്പോൾ ഞാൻ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് എന്നാണ് എംബാപ്പെ വളരെ കൃത്യമായിട്ട് പറയുന്നത്. ചുരുക്കത്തിൽ വലിയ രൂപത്തിലുള്ള വിമർശനങ്ങളും മറ്റുമൊക്കെ ഉന്നയിക്കുന്നവരവിടെ ഉണ്ടാവും. ആ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അവരിവിടെ നിൽക്കട്ടെ. പക്ഷെ ഞാൻ കളിക്കുന്നത് എൻ്റെ രാജ്യത്തിനായിട്ട് മികച്ച പ്രകടനം നടത്താനാണ്. എംബാപ്പെ, ഇഫ് ഐ പ്ലേ ഫോർ ഓൾ ദോസ് ഹു ക്രിറ്റിസൈസ് മീ, ഐ വിൽ പ്ലേ അണ്ടിൽ ഐ ആം 80 years old. അപ്പം അത് നടക്കുന്ന കാര്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞു, ഇവിടെ ഈ ടീമിന് വേണ്ടി കളിക്കുന്നത് ഞാൻ വളരെയധികം ആസ്വദിക്കുന്നു. അപ്പം സെനഗലിനെതിരെയുള്ള ഫ്രാൻസിൻ്റെ മത്സരം, അതിലാണ് എംബാപ്പെ 2 ഗോളുകൾ നേടിക്കൊണ്ട് ഈ 14 ഗോളുകളിലേക്ക് എത്തിയത്. ആ കളിയുടെ ആദ്യ പകുതിയിൽ ഫ്രാൻസ് അത്ര മികച്ച പ്രകടനമല്ല നടത്തിയതെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പോൾ അത് അഡ്മിറ്റ് ചെയ്തുകൊണ്ട് തന്നെ അദ്ദേഹം സംസാരിക്കുന്നു. തീർച്ചയായിട്ടും വേൾഡ് കപ്പ് എന്നുള്ളത് ഒട്ടും ഈസി ആയിട്ടുള്ള ഒന്നല്ല. ഞങ്ങൾക്കറിയാം എല്ലാവർക്കും വിജയിക്കണം. അപ്പോൾ ഈ സെനഗലിനെതിരെയുള്ള ഞങ്ങളുടെ മത്സരത്തിൻ്റെ തുടക്കം അത്ര മികച്ചതായിരുന്നില്ല. പക്ഷേ ഞങ്ങൾ പിന്നീട് വിജയിക്കാൻ വേണ്ടിയിട്ടുള്ള പെർഫോമൻസ് നടത്തിയിട്ടുണ്ട്. വി മാനേജ്ഡ് ഇറ്റ് എന്നാണ് ഇപ്പോൾ എംബാപ്പെ പറയുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.